പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കരുനാഗപ്പള്ളി എന്നുള്ള നിയമസഭാംഗം CR മഹേഷ് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിനൂടെ ഞാൻ ശരിയാണ്, ചെണ്ടമേളത്തിലും നാടകത്തിലുമൊക്കെ തൻ്റേതായ കഴിവ് പ്രകടമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ഈ CR മഹേഷ്. മികച്ച ഒരു ആസ്വാദകനാണ് അദ്ദേഹം. അപ്പോൾ നമസ്കാരം മഹേഷി. ഓക്കെ, നമ്മൾ അന്ന് കൊല്ലത്ത് വെച്ച് കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, താങ്കൾ സാധാരണ ഈ കലോത്സവ വേദിയിലേക്ക് അതെ 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 അവിടെ വെച്ച് കണ്ടു. ഈ കലോത്സവ വേദിയിലേക്ക് സാധാരണ താങ്കൾ പോകാറുണ്ടോ? എങ്ങനെയാണ് പരിപാടി? കലോത്സവ വേദികളിൽ പോവും. കാരണം നാടക മത്സരം, ചെണ്ടമേളം ഇത് കാണും, ആസ്വദിക്കും. അവർക്ക് വേണ്ടുന്ന പിന്തുണയും സഹായവും പ്രോത്സാഹനവും ഒക്കെ കൊടുക്കും. താങ്കളുടെ മത്സരത്തിൽ ഇന്ന് കൊല്ലത്ത് ചെണ്ടമേളവും എന്തുവേട്ടാ മത്സരത്തിലൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? ഈ സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളവും സ്കൂളുകളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നാടക മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. ചെണ്ട കുറേ മുതിർന്നതിന് ശേഷമാണ് ചെണ്ട പഠിച്ചത്. ഇന്ന് ചെണ്ടമേളവും നാടക മത്സരവുമാണ് രണ്ട് വേദികളിൽ നടക്കുന്നത്. അപ്പോൾ അടുത്ത ചെണ്ട ഇരിപ്പണല്ലോ. അപ്പോൾ നമ്മൾ ചെണ്ട അടിച്ചൊന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അടിക്കാലോ. കരുനാഗപ്പള്ളിയിലെ MLA ഇതാണ്, ഇതൊന്ന് കാണിച്ചു കൊടുത്താലോ? ചെണ്ട നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിക്കോളൂ, എന്തായാലും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്കളുടെ ചെണ്ടയിൽ കൂലി വീഴുമ്പോൾ കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ഞങ്ങളുടെ MLA ആണ് ഇതെന്ന് പറയാൻ തോന്നുമല്ലോ. ചെണ്ട പഠിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല. അപ്പോൾ ചെണ്ട ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വേണ്ടി അവർക്കൊരു പിന്തുണ കൊടുക്കുകയാണ്. ഓക്കെ ഏട്ടാ. ഓക്കെ CR മഹേഷ്, അപ്പോൾ താങ്കളിന്ന് ചെണ്ടമേളമൊക്കെ കാണാനുണ്ടാകുമല്ലോ. അപ്പം ഈ പൊതുവേ ഈ കൊല്ലത്ത് ഈ മത്സരം വന്നപ്പോൾ കരുനാഗപ്പള്ളി എന്നുള്ള MLA എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അതോടെ നമുക്ക് വാർത്തയ്ക്ക് സമയം ഡോക്ടർ ഉന്മേഷ് വാർത്ത വായിക്കാൻ റെഡിയായിരിക്കുക. തീർച്ചയായിട്ടും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ്, ഈ കലോത്സവ വേദികളെ രക്ഷകർത്താക്കളുടെ ഒരു വാശിയും മത്സരവും പണക്കൊഴുപ്പിൻ്റെ മേളയുമാക്കി മാറ്റാതെ കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന സർഗവാസനകൾ അത് പുറത്തെടുക്കുവാനും അവയെ പ്രോത്സാഹിപ്പിക്കുവാനും അതിന് പിന്തുണ കൊടുക്കാനുമായിരിക്കണം നമ്മുടെ ആളുകൾ, രക്ഷകർത്താക്കളും പൊതുസമൂഹവും അധ്യാപകരുൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. താങ്ക് യു CR മഹേഷ്. നമുക്ക് ഇനിയും കാണാം, നമ്മൾ കൊല്ലത്തൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.